ഹേ ഗായ്സ്, അങ്ങനെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ നമ്മളേവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന UK ചില നിയമ സാധ്യതകളെ കുറിച്ച് അറിയുന്ന ഒരു ദിവസമാണ് ഇന്ന്. തീർച്ചയായിട്ടും നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില അധികം നിയമ സാധ്യതകളെ കുറിച്ച് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് കുറെ അപ്ഡേറ്റുകൾ തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് പെർമനന്റ് റെസിഡൻസി, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്, സ്റ്റുഡന്റ് വിസ, ഗ്രാജുവേറ്റ് റൂട്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചൊന്ന് ലേറ്റ് ആയി തന്നെ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പിലൊക്കെ മെസ്സേജുകൾ ഒന്ന് നിറഞ്ഞിരിക്കുകയാണ്. ചേട്ടാ വീഡിയോ ഇട് എന്ന് പറഞ്ഞിട്ട് പലരും കോൾ ചെയ്ത് കിടക്കം ചോദിച്ചു തുടങ്ങി. സോ അപ്പൊ ഇനി വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ല. ഫസ്റ്റ് എന്നൊരു സന്തോഷ വാർത്ത തരാം. കാരണം ഇപ്പോൾ നിങ്ങൾ പല ന്യൂസുകളും വാർത്തകളൊക്കെ കണ്ടിട്ട് ആകെ സാഡ് ആയിട്ടിരിക്കുമായിരിക്കും. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഇമിഗ്രേഷൻ റൂൾ അല്ല എന്നുള്ള കാര്യം തന്നെ മനസ്സിനെ ഞാനൊന്ന് തണുപ്പിക്കുകയാണ് കേട്ടോ. അതൊരു നിയമമല്ല, അത് ഒരു നിയമ സാധ്യതയാണ്. ഓക്കെ, ഈ നിയമ സാധ്യത പാർലമെന്റിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രം ഇത് ഏതൊക്കെ അംഗീകരിക്കും ഏതൊക്കെ അംഗീകരിക്കില്ല എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. സോ അത് ഇനി പാർലമെന്റിൽ ഡിസ്കസ് ചെയ്ത ശേഷം മാത്രമായിരിക്കും അത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് എന്നുള്ള രീതിയിൽ വരിക. വൺസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിയമമായി മാറി എന്ന് പറയാം. ഇത് വെറും ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ആണ്. രാജ്യത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥകൾ വെച്ച് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇതായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന വെറും ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്നുള്ള രീതിയിൽ മാത്രമാണ്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും. നിങ്ങളുടെ ആശങ്കകൾക്ക് തീർക്കാനായിട്ട് നമ്മുടെ സോളിസിറ്റർ സുരേഷ് ഉണ്ണികൃഷ്ണൻ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു Q&A സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ സഹിതം എല്ലാം കമന്റ് ബോക്സിൽ പോരട്ടെ. നിങ്ങൾ അവിടെ നിന്ന് കാണുന്ന ഇവിടെ നിന്ന് കാണുന്ന ന്യൂസുകളും കേട്ട് എല്ലാ സാധനങ്ങളും താഴത്തെ കമന്റ് ചെയ്തോ. ഇതൊക്കെ ഞാൻ നമ്മുടെ സുരേഷിന്റെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും. സോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവരും അറിഞ്ഞിരിക്കണം. സോ നമ്മൾ ഇത്ര നാൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വരുന്നു, പുലി ഇറങ്ങുന്ന രീതിയിൽ ഒടുവിൽ പുലി ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പേടിക്കുന്ന പല കാര്യമുണ്ടെന്ന് പെർമനന്റ് റെസിഡൻസിന്റെ കേസ് 5 ഇയേഴ്സിൽ നിന്ന് 10 ഇയേഴ്സിലേക്ക് ആക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് കേസിൽ നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്, ആർക്കൊക്കെ മാറ്റങ്ങൾ ബാധകമാവും എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. സ്റ്റുഡന്റ് വിസയുടെ കേസിലും ഗ്രാജുവേറ്റ് റൂട്ട് വിസയുടെ കേസിലും അതല്ലാതെ സോഷ്യൽ കെയർ വർക്കേഴ്സിന്റെ കേസിലും പല മാറ്റങ്ങളും ഇതിനകത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ സംഭവങ്ങൾ, അതിപ്പോൾ സ്റ്റുഡന്റ് വിസയാണ്, സ്റ്റുഡന്റ് വിസ മാത്രമായിട്ട് നമുക്ക് സംസാരിക്കാം, മനസ്സിലാക്കാം. അത് ഓരോ വീഡിയോസ് ആയിട്ട് വരിക. ഇത് ഞാൻ നിങ്ങളെ മനസ്സൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. സോ ഗൈസ്, അപ്പൊ നമുക്ക് കിടക്കാറില്ലേ. അതെ, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് നമ്മൾ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്രിസ്റ്റാമർ കുറച്ചു മുമ്പ് ഒരു വാർത്താ സമ്മേളനത്തിൽ കുറെ കാര്യം പറഞ്ഞായിരുന്നു. നെറ്റ് മൈഗ്രേഷൻ തന്നെയാണ്. പിന്നെ പണ്ട് ഗവൺമെന്റ് ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. UK മൈഗ്രേഷൻ കുതിച്ചുയർന്നു വന്നു. അതൊക്കെ തന്നെയാണ് കുറെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒരു സത്യമായിട്ടുള്ള കാര്യം പറയട്ടെ, അതൊന്നുമല്ല. റിഫോം പാർട്ടി UK പിടിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. UK ഇനി ഈ അടുത്തൊരു ഇലക്ഷൻ ഈ ലെവലിൽ പോവുകയാണെങ്കിൽ ലേബർ പാർട്ടി അടിച്ച് പാളീസായി പോവും. ഇതെല്ലാത്തിനും ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റു പാർട്ടികളെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് മൈഗ്രേഷൻ, ലീഗൽ ആൻഡ് ഇല്ലീഗൽ മൈഗ്രേഷൻ. പക്ഷെ ഇതിൽ ഇല്ലീഗൽ മൈഗ്രേഷനെ കുറിച്ചൊന്നും പറഞ്ഞിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ബട്ട് ലീഗൽ മൈഗ്രേഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. ഓക്കെ, ഇതിനകത്ത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ആശങ്കയുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള കാര്യം പറയട്ടെ ഞാൻ. പെർമനന്റ് റെസിഡൻസി ഇതല്ലേ ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള കാര്യം. യെസ്, തീർച്ചയായിട്ടും ഇതൊക്കെ നിയമങ്ങളല്ല, ഇതൊരു നിയമ സാധ്യതകളാണ്, ഇല്ലെങ്കിൽ ഒരു പ്രപ്പോസലാണ്. ഈ പ്രപ്പോസലാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ന്യൂസിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ന്യൂസ് നിങ്ങളെ ഞാൻ അതാ സമയത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണല്ലോ. ഓക്കെ, ഇതിനകത്ത് മൈഗ്രേഷൻ ലേബർ മാർക്കറ്റ് ഇത് ഏകദേശം ഒരു 82 പേജുള്ള ഒരു PDF ആയിട്ടാണ് ഇത് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് നേരെ തന്നെ കഥയൊന്നും കാര്യം നമ്മൾ കേൾക്കണ്ട. ഒരു കഥയും കാര്യങ്ങൾ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പാർട്ടി ചെയ്തു, ഈ പാർട്ടി ഇപ്പം നമ്മളത് കൺട്രോൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള കഥയൊക്കെയാണ് പറയാൻ പോകുന്നത്. സോ ഗൈസ്, അവിടെ ഒന്നും നമുക്ക് പറയാൻ പോകുന്നില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് മൈഗ്രേഷൻ മസ്റ്റ് കം ഡൗൺ സോ ദ സിസ്റ്റം ഈസ് പ്രോപ്പർലി മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ എഡ് കൂപ്പർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കേട്ടോ. സോ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് കുറെ സജഷൻസ് ഗവൺമെന്റ് വെച്ചിട്ടുണ്ട് പാർലമെന്റിന് മുമ്പായിട്ട്. ഓക്കെ, അത് ഇട്ട് തരാം. ലേബർ മാർക്കറ്റ് എവിഡൻസ് ഗ്രൂപ്പ് എന്നുള്ളത് പുതിയൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ലേബർ മാർക്കറ്റ് എവിഡൻസ് ഗ്രൂപ്പ് എന്നുള്ളത് നമ്മുടെ മാക്കിനെ പോലെ തന്നെ ആയിരിക്കും ഈ ഒരു സംവിധാനവും പ്രവർത്തിക്കുക. നമുക്ക് UK ഇപ്പോഴുള്ള സാധ്യതകൾ, ഷോർട്ടേജുകൾ, കാര്യങ്ങൾ ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത്ര നിങ്ങൾ അറിഞ്ഞാൽ മതി. കൂടുതൽ തകർന്നപ്പോൾ கொஞ்சം അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെക്കുറിച്ച് കഥ എഴുതി essay പഠിച്ചിട്ടും നിങ്ങൾ പരീക്ഷയൊന്നും എഴുതാൻ പോകുന്നില്ല. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
സ്ട്രാറ്റജി അഡ്വൈസറി കൗൺസിൽ എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കറന്റ് ഷോർട്ടേജ് ഉള്ള എവിടെയാണ് മേഖല അത് കണ്ടെത്തുക, അവിടെ എന്താണ് ചെയ്യേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക, മൈഗ്രേഷൻ അഡ്വൈസറി കൂടെ ചേർത്ത് വർക്ക് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. സോ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ ഇവിടെയാണ്. വർക്ക് റൈസിംഗ് ദ ത്രെഷോൾഡ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ സാലറി ത്രെഷോൾഡും ഉയരും എന്നാണ് അറിയുന്നത്. സാലറി ത്രെഷോൾഡ് ഉയരാൻ പോകുന്നത്. അതുപോലെ തന്നെ ദ ത്രെഷോൾഡ് ഫോർ സ്കിൽഡ് വർക്കേഴ്സ് വാസ് പ്രീവിയസ്ലി സെറ്റ് at RQF level 6 and above. The previous government lowered the threshold to RQF level 3. ചുമ്മാ അതായത് RQF നമുക്കിപ്പോൾ യു കെയിലേക്ക് വരാനായിട്ട് ഗ്രാജുവേഷൻ്റെ ആവശ്യമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി തൊട്ട് യു കെയിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് മിനിമം ഗ്രാജുവേഷൻ ആൻഡ് എബോവ് വേണം. എന്നാൽ മാത്രമാണ് യു കെയിലേക്ക് ഇനി യു കെയിൽ വർക്ക് വിസ കിട്ടുള്ളൂ. വർക്ക് വിസ കിട്ടുള്ളൂ. ദ നമ്പർ ഓഫ് വർക്ക് വിസ ഇഷ്യൂഡ് ദ റിസൾട്ട് നിയർലി ട്വൈസ് ഹൈ. ആ കണക്ക് നമ്മളൊന്നും കേൾക്കണ്ട, എനിക്ക് കണക്ക് കേൾക്കാൻ വലിയ താല്പര്യമില്ല. നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ നോക്കി നോക്കാം. ഗ്രോത്ത് ഇൻ വിസ നമ്പേഴ്സ് ആൻഡ് കൺസേൺഡ് അബൌട്ട് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഓവർസീസ് recruits have been particularly seen in the occupational below RQF level 6. Okay. We will lift the level for the skilled workers back to RQF level and above. Salary threshold will rise. Salary threshold റൈസ് ചെയ്യും. അതായത് ഇപ്പോൾ 38,700 ആണ്. ഇനി എല്ലാവർക്കും 38,700 ആണോ ഇനി 48,000 ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് അറിയാനേ സാധിക്കുകയുള്ളൂ. ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഗൈസ് കൂൾ കാമായിരിക്കുക. ഓക്കെ, സോ ഇനി യു കെയിലേക്ക് വരണമെങ്കിൽ ഗ്രാജുവേറ്റ് ലെവൽ വേണം. ഇത് പാസ്സായിട്ടില്ല, നിയമമായിട്ടില്ല. നിയമമാകുന്നത് എന്നുള്ള കാര്യം സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വരുന്ന സമയത്ത് നിങ്ങളെ ഞാൻ തന്നെ വിളിച്ചറിയിക്കും. ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടിക്കോ. നോട്ടിഫിക്കേഷൻ ബെല്ലിനെ എന്നെ വിളിച്ചോ. നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് കൊടുത്തോ. പാനിക് ആകുന്നവർക്ക് എല്ലാവർക്കും കേട്ടോ. ഓക്കെ, ദ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് which gives people discount for the salary threshold will be abolished. അതായത് നമുക്കറിയാലോ, കുറച്ച് നമ്മുടെ മുന്നത്തെ ഗവൺമെന്റ്, നമ്മുടെ ഋഷി സുനക് ഗവൺമെന്റ് വന്നിട്ടാണ് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് അബോളിഷ് ചെയ്തിട്ട് ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ ഗവൺമെന്റ് കൊണ്ടുവന്ന് ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് അബോളിഷ് ചെയ്തിട്ട് ഇനി കൊണ്ടുവരാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്ന സാധനം ഞാൻ പറയാം ഇപ്പോൾ. അപ്പോൾ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് അബോളിഷ് ചെയ്യും എന്നുള്ളതാണ്. അതായത് അത് എടുത്തു മാറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിനകത്ത് ഒരുപാട് ജോബുകളുണ്ട്. അതിനകത്ത് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കെയർ വിസ എടുക്കുകയാണെങ്കിൽ കെയർ വിസയ്ക്കകത്ത് നമുക്കറിയാം 25,000 പൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമായിരുന്നു. 38,000 താഴെ ആ പഴയ സാലറി, അതായത് ജനറൽ ജോബ്സിനുള്ള സാലറി ത്രെഷോൾഡ് നമുക്ക് ഇതിനകത്ത് അപ്ലിക്കബിൾ അല്ല. എന്നാൽ ഇത് അബോളിഷ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റീന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും അതും എടുത്തു മാറ്റുക എന്നുള്ള രീതിയിലാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ചോദിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഓൾറെഡി സ്കിൽഡ് വർക്കർ വിസയിലുള്ളവർക്ക് ഈ ഒരു നിയമങ്ങളെല്ലാം എഫക്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് കേട്ടോ. അതിനകത്ത് ഇതിന് വളരെ വ്യക്തമായിട്ട് .71 പറയുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സിസ്റ്റിംഗ് സ്കിൽഡ് വർക്കേഴ്സ് വിസ ഹോൾഡേഴ്സ് വിൽ കണ്ടിന്യൂ ടു ബി ഏബിൾ ടു റിന്യൂ ദിയർ വിസ, ചേഞ്ചസ് എംപ്ലോയ്മെന്റ് and take supplementary employment in currently eligible occupation below RQF level 6. ഓൾറെഡി ഉള്ളവർക്ക് ഈ കാര്യങ്ങളൊന്നും ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ യു കെക്ക് പുറത്താണ്, അവിടെ നിന്നിട്ടാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ പുതിയ നിയമങ്ങളും കാര്യങ്ങളും എഫക്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് മാറ്റി ഇനിയിപ്പോൾ എന്ത് വരും എന്ന് ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. അതിന് പുതിയൊരു സാധനം കൊണ്ടുവരുന്നത് ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ്. അതായത് ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിനകത്ത് വരുന്ന ജോബ്സിന് മാത്രമായിരിക്കും സ്കിൽ റിക്വയർമെന്റ് ഓഫ് RQF ലെവൽ 3 or 5. അതായത് ബിലോ ഡിഗ്രിക്ക് താഴെ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെ ജോബാണെന്ന് ഇപ്പോൾ ചോദിക്കരുത്. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ നിയമമായിട്ട് വന്ന സമയത്ത് മാത്രമായിരിക്കും ഇത് അറിയാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ചോദിക്കരുത്. അത് പോയിന്റ് ബേസ്ഡ് ഇമിഗ്രേഷൻ സിസ്റ്റം ഓൺ ടൈം ലിമിറ്റഡ് ബേസിസ് where the MAC has advised it is justified, where there is a workforce strategy in place and where employers seeking to recruit from abroad are committed to playing their part increasing recruitment from the domestic workforce. മാക്സിമം യു കെ ഹയർ ചെയ്യാനേ പറയുള്ളൂ. അതല്ലെങ്കിൽ മാത്രമാണ് വളരെ കുറച്ച് മാത്രം RQF ലെവലിൽ താഴെയുള്ള ആൾക്കാരെ പുറത്തുനിന്ന് എടുക്കുക. ആ ജോബ് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ ചോദിക്കുന്നത് പറയാം. കാണാം. And main thing is we will establish a new temporary shortage list to provide time limited access to the point immigration system. നമുക്ക് മുന്നേ എല്ലാവരും ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് അനൗൺസ് ചെയ്ത ചിലപ്പോൾ ഇനി അടുത്ത കുറച്ച് 4-5 വർഷം കഴിഞ്ഞിട്ട് പുതിയ വിസ നിയമങ്ങൾ മാറുന്ന സമയത്തായിരിക്കും അതിനകത്ത് അപ്ഡേറ്റുകൾ വരാൻ പോകുന്നത്. എന്നാൽ ഇപ്പോൾ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് പുതിയൊരു ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അത് ഇതിനനുസരിച്ച് UK അകത്തുള്ള മാറ്റങ്ങൾ അനുസരിച്ചിട്ട് അതെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. മാറി മറിഞ്ഞു പോയും വന്നും എല്ലാം ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് അറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇനി മെയിൻ പോയിന്റിലേക്ക് പോകാം. നമ്മൾ ഓവർ വലിച്ചു കിട്ടുന്നില്ല, സെപ്പറേറ്റ് വീഡിയോസ് എനിക്ക് തീർന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ വലിച്ചു കിട്ടാതെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അഡൾട്ട് സോഷ്യൽ കെയർ. നമുക്കറിയാം അഡൾട്ട് സോഷ്യൽ കെയറിലേക്ക് ഒരുപാട് പേരെ ഓൾറെഡി ഇവിടെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റിന് അറിയാം ഇവിടെ ഷോർട്ടേജ് കാര്യങ്ങൾ അത്രയ്ക്ക് വലുതായിട്ടില്ല. കാരണം ഇവിടുത്തെ വർക്ക് എംപ്ലോയേഴ്സ് പുറത്തുനിന്ന് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മുട്ടാപ്പൊട്ട നയം മാത്രമാണ് എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതായത് ഇവിടെ
ഉള്ള ഷോർട്ടേജ്, ഇവിടെയുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ എടുക്കുന്നില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ചീപ്പ് ലേബർ കിട്ടുന്നതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചീപ്പ് ലേബറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാലറി ഓൾറെഡി ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 9 അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 25,000 പൗണ്ട് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഡൊമസ്റ്റിക് ലേബേഴ്സിന് അത് വളരെ ഗുണം ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ലേബറിന് ആ സെയിം സാലറി തന്നെ കൊടുത്താൽ മതിയായിരിക്കും ഇവിടെ ജോലി കിട്ടാനായിട്ട്. അപ്പോൾ കുറഞ്ഞ സാലറി കൊടുത്ത് പുറത്തുനിന്ന് ആൾക്കാരെ എടുക്കേണ്ടാവില്ല. അതിനൊരു കാര്യം കൊണ്ടുവന്ന് ഫെയർ പേ എഗ്രിമെന്റ് അതായത് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ എനിവേ ഗൈസ്, ഇങ്ങനെയുള്ള ചെറിയ അപ്ഡേറ്റ് മാത്രമാണ്. അത് മാത്രമല്ല വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി വിൽ therefore end overseas recruitment for social care visa in with our wider reform to skill threshold. We will close social care visa to new application from abroad from transition period until 2028. We will permit visa extension and in-country switching for those already in the country with the working rights, but this will kept under review. So guys, important news ഇതാണ് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. ഇതാണ് വലിയ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് സോഷ്യൽ കെയർ വിസ ഇനി ഓവർസീസ് നിന്ന് റിക്രൂട്ട് ചെയ്യില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോഷ്യൽ കെയർ വിസ UK അകത്തുനിന്നായിരിക്കും റിക്രൂട്ട് ചെയ്യുക എന്നാണ് ഇപ്പോൾ പറയുന്നത്. UK അകത്തുള്ള ആളുകളെയായിരിക്കും ഫോക്കസ് ചെയ്യാം. അതായത് ഇപ്പോൾ UK ആളുകൾക്ക് വിസ സ്വിച്ച് ചെയ്യുന്നതിലോ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിലോ അവർക്ക് എംപ്ലോയറെ ചേഞ്ച് ചെയ്യുന്നതിലോ പ്രശ്നമില്ല. പക്ഷേ ഇനി തൊട്ട് 2028 വരെയും ഓവർസീസിൽ നിന്ന് റിക്രൂട്ട്മെന്റുകൾ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അറിയുന്നത് കേട്ടോ. ഓക്കെ, ഇത് ചില കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് ചേഞ്ചസ് പെട്ടെന്ന് വരും. ഏതൊക്കെ വരും നമുക്കറിയില്ല, പക്ഷെ വരും. അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ ഒരു സെക്ടർ അടച്ചുപൂട്ടുന്നു എന്നുള്ളത്. കാരണം ഇതിനകത്ത് ഉണ്ടായിരുന്ന ചൂഷണങ്ങൾ വർദ്ധിക്കുന്നതും ഇവിടെ വന്ന് ജോലി കൊടുക്കാന്ന് പറഞ്ഞ് ജോലി കൊടുക്കാതെയും വെറുതെ അൺവാണ്ടഡ് ആയിട്ടുള്ള ടെർമിനേഷനും പൈസ മേടിച്ച് പറ്റിക്കുന്ന പരിപാടികളും ഇവിടെ ചൂഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ ഓൾറെഡി റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പോയിന്റ് നമ്പർ 81 വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. We will therefore end overseas recruitment for social care visa. Okay, social care visa ഇനി ഓവർസീസ് റിക്രൂട്ട്മെന്റ് ഉണ്ടാവില്ല അൻറ്റിൽ 2028 വരെയും. അതായത് 2028 വരെയും ഇനി UK പുറത്തു നിന്ന് സോഷ്യൽ കെയർ വിസയിൽ റിക്രൂട്ട്മെന്റുകൾ ഉണ്ടാവില്ല. വളരെ ക്ലിയർ ആയിട്ട് പറയട്ടെ, ഏതെങ്കിലും ഏജൻസിക്ക് നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഏജൻസി നിങ്ങൾക്ക് വിസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസയോ നിങ്ങൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ കൊടുക്കരുത്, നിർത്തുക. ദ എൻഡ്. അതായത് ഈ പരിപാടി സോഷ്യൽ കെയർ വർക്കേഴ്സ് 2028 വരെയും ഇല്ല. ഓക്കെ, മാത്രമല്ല പിന്നെ റെഫ്യൂജി എംപ്ലോയ്മെന്റ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൈസ കൊടുത്ത് വന്നവർക്ക് ഇവിടെ ഗുണമില്ല, റെഫ്യൂജി അവർക്ക് ഗുണമുണ്ട്. അതായത് ഇവിടെയുള്ള അതിനകത്തുള്ള ടാലൻസിനെ അവരുടെ പല സാഹചര്യങ്ങളിൽ അവർ മാറി മറിഞ്ഞ് UK വരുന്നതും ഇവിടെ നിൽക്കുന്നതൊക്കെയാണെന്നാണ് ഗവൺമെന്റിന്റെ കണ്ടുപിടുത്തം. എന്നിട്ട് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നല്ല ടാലൻസിന് ഇവിടെ ജോലി കൊടുക്കാനുള്ള പരിപാടികൾ കൊടുക്കും. ഇല്ലീഗലായിട്ട് വരുന്നവരായിരിക്കില്ലല്ലോ അല്ലേ, ഇത് വേറെ എന്തെങ്കിലും റെഫ്യൂജി ആയിരിക്കും എന്ന് നമുക്ക് വിചാരിക്കും. ഇപ്പോൾ യുക്രൈനൊക്കെ വരുന്ന പോലത്തെ അങ്ങനെയുള്ളവർക്കായിരിക്കും. എന്തായാലും നമുക്ക് അതിനകത്ത് കൂടുതൽ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, ചാർജ് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അത് നമ്മളൊന്നും ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, സെപ്പറേറ്റ് വീഡിയോസിലായിട്ട് വരാട്ടോ. ഓക്കെ, ഗ്ലോബൽ ടാലന്റിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇനി ചാപ്റ്റർ നമ്പർ 3ലേക്ക് പോകുന്നു. സ്കിൽഡ് സ്റ്റുഡൻസിന്റെ കേസിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സ്റ്റുഡന്റ് വിസയുടെ കേസിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അവർക്ക് ഫസ്റ്റ് 2022, 23 ആ കാലഘട്ടം ഏകദേശം 42 ബില്യണോളം കോൺട്രിബ്യൂട്ട് ചെയ്ത ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കേസിൽ ഈ ഒരു 2023, 24 കാലഘട്ടങ്ങളിലേക്ക് ഏകദേശം 12 ബില്യൺ ആണ് UK കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഇടിവ് വന്നിട്ടുണ്ട് നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ. പക്ഷേ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് UK വളരെ അത്യാവശ്യമാണ്. അവരെ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാരണവശാലും തടയാൻ പോകുന്നില്ല. പക്ഷേ റെസ്പോൺസിബിൾ റിക്രൂട്ട്മെന്റ് എന്നുള്ള രീതിയിൽ ഗവൺമെന്റ് ഒരു പോളിസി, ഒരു പരിപാടി അതിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഒരുപാട് പേര് പഠിക്കാനല്ലാതെ UK കയറി വരുന്നുണ്ട്. സോ അവരെല്ലാം തടയുക എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല UK സ്റ്റുഡന്റ് വിസയിൽ വന്നിട്ട് അസൈലം അപ്ലൈ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവരെയൊക്കെ തടയുക എന്നുള്ള രീതിയിലാണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് കണക്കും കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വരുന്ന ദിവസം സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കും. ഇപ്പൊ നമ്മൾ പറയുന്നത് വെച്ചാൽ റെസ്പോൺസിബിൾ റിക്രൂട്ട്മെന്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ അതെന്താണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ BCA, ദ ബേസിക് കംപ്ലയൻസ് അസസ്മെന്റ് എന്നുള്ള രീതിയിൽ ഇതെല്ലാ സ്പോൺസേഴ്സിനും, അതായത് യൂണിവേഴ്സിറ്റികൾക്ക് ഇയർലി ഈ ഒരു കാര്യം ഗവൺമെന്റ് സൈഡ് നടത്തും. അതിനകത്തുനിന്ന് യൂണിവേഴ്സിറ്റികളുടെ നിലവാരത്തെക്കുറിച്ച് അവർ സ്റ്റഡി ചെയ്യുക, അവിടെ കൊടുക്കുന്ന പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന്റെ നിലവാരത്തെക്കുറിച്ചും കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. എന്തെങ്കിലും സ്പോൺസേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള വീഴ്ചകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്പോൺസറിന്റെ ലൈസൻസ് റിവോക്ക് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യം വളരെ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇവിടെ ചുമ്മാ തുറന്നു വെച്ചിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ബിസിനസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇവിടെ കുറെ കോഴ്സ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ആവശ്യമില്ലാത്ത കുറെ കോഴ്സുകൾ കൊടുത്തിട്ട് കുറെ യൂണിവേഴ്സിറ്റി നടക്കുന്നുണ്ട്. എന്നിട്ട്
പഠിക്കാൻ വരുന്ന പിള്ളേരുടെ പേര് റേസിസം കാണിച്ചിട്ട് അവർ തോൽപ്പിക്കുന്ന പരിപാടികൾ ഇവിടെ ഉണ്ട്. അതൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ അഡ്രസ്സ് ചെയ്ത കേസുകളാണ്. അത് നമ്മൾ പല രീതിയിൽ ന്യൂസുകളും കാര്യങ്ങളിലൊക്കെ അവിടെയൊക്കെ എത്തിച്ചിട്ടുള്ള കേസുകളാണ്. സോ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ പൂട്ടിടുക തന്നെ വേണം എന്നുള്ള കാര്യങ്ങൾ ഉറപ്പായ കേസിൽ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. അതിനകത്ത് ഏജൻസിനെ പൂട്ടിടാൻ വേണ്ടിയിട്ട് ഏജന്റ് ക്വാളിറ്റി ഫ്രെയിം വർക്ക് എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതിനകത്ത് സൈനപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇതിൽ കാര്യങ്ങളായിട്ടുള്ള മറ്റു മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ സ്പോൺസേഴ്സിന് നല്ല പൂട്ട് വന്നിട്ടുണ്ട്. വി വിൽ എൻഷുർ ദർ ആർ അറേഞ്ച്മെന്റ്സ് ഫോർ ഫ്യൂച്ചർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് റിക്രൂട്ട്മെന്റ് ഫോർ സ്പോൺസറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഡെമോൺസ്ട്രേറ്റ് that they are considering local impact when taking decision on the international recruitment. അപ്പോൾ അതിനകത്ത് BCA ഇതെല്ലാം ആക്സസ് ചെയ്യും. ഇതിന്റെ മെട്രിക്സ് കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യും. അതിനകത്ത് വരുന്ന ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഇവിടെ നിന്ന് വരുന്ന പഠിക്കാൻ വരുന്നതിന്റെ കാര്യം ചെക്ക് ചെയ്തിട്ട് അതൊക്കെ പോക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് യൂണിവേഴ്സിറ്റിയുടെ സ്പോൺസർഷിപ്പ് പോവും. അതായത് സ്റ്റുഡൻസിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന പകരം യൂണിവേഴ്സിറ്റിക്ക് ഇട്ട് പണി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഷോർട്ട് ടേം സ്റ്റഡീന്റെ കേസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നാണ്. നമുക്ക് അതുകൊണ്ട് അതിനകത്ത് നോക്കുന്നില്ല. ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട്. ഷോർട്ട് ടേം സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇവിടെ 9 months താഴെയുള്ള കോഴ്സുകൾ എടുത്തിട്ട് വരുന്ന ആളുകൾ ഇവിടെ പാർട്ട് ടൈം ചെയ്യാന്നൊക്കെ പറഞ്ഞ നാട്ടിൽ കുറേ ഏജൻസികൾ പറ്റിപ്പും തട്ടിപ്പുമായിട്ട് വന്നിട്ട് പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പോവാം. നമുക്കിപ്പോൾ മെയിൻ പോയിന്റ്സിലേക്ക് നോക്കാം. ഗ്രാജുവേറ്റ്സ് അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, സോ ബിഗ് ബ്രേക്കിംഗ് അവിടെ വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വി വിൽ റെഡ്യൂസ് ദ എബിലിറ്റി ഫോർ ഗ്രാജുവേറ്റ്സ് ടു റിമെയിൻ ഇൻ ദ UK ആഫ്റ്റർ ദ സ്റ്റഡീസ് ടു എ പീരീഡ് ഓഫ് 18 months. അതായത് നമുക്ക് 2 years ഉണ്ടായിരുന്ന ഗ്രാജുവേറ്റ് റൂട്ട് വിസ അത് 18 monthsലേക്ക് മാറ്റുന്നു. അത് മാത്രമല്ല ഗവൺമെന്റ് വിൽ ഇമ്പോസ് ലെവി ഓൺ ഹയർ എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സ് ഇൻകം ഫ്രം ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. അതായത് പുതിയൊരു ലെവി ഗവൺമെന്റ് ഈ പറഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ പ്രൊവൈഡേഴ്സിന്റെ മേലെ ചുമത്തും. ആ ലെവി വീണ്ടും ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പുറത്ത് തന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷന്റെ പുറത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ബിഗ് ബ്രേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 monthsലേക്ക് ഗ്രാജുവേറ്റ് റൂട്ട് വിസ ചുരുക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വരുന്നത്. ചിരി എന്താ പറയാ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 6 monthsലേക്ക് ചുരുക്കും, ഇല്ലെങ്കിൽ അത് എടുത്ത് മാറ്റുന്നുള്ള. എന്തായാലും എടുത്തു മാറ്റാനുള്ള പ്ലാൻ ഇല്ല. പക്ഷെ നമുക്കതിപ്പോ അറിയാമല്ലോ, 2 years ആണ് ഉണ്ടായിരുന്നത്. അതിപ്പോ 18 monthsലേക്ക് ചുരുക്കുന്നു എന്നുള്ളതാണ്. 2 years കിട്ടിയിട്ടേ ഇവിടെ പിള്ളേർ കിടന്നിട്ട് അത് വേറെ സെപ്പറേറ്റ് നിയമങ്ങളൊക്കെ ഞാൻ 2 ദിവസം മുമ്പ് തന്നെ ഞാൻ പല ന്യൂസുകളിലൂടെ പുറത്ത് വന്നപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് PR-ന്റെ കേസ് ആണെങ്കിലും. അപ്പോൾ പലരും പറഞ്ഞാൽ അതൊക്കെ ന്യൂസ് അല്ലേ, വരട്ടെ, അസ്യൂംഷൻ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഗൈസ് നിലവിൽ വന്നിരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിലവിൽ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൂടി പറയട്ടെ. ടു സപ്പോർട്ട് ദിസ് we will introduce new English language requirements across a broader range of immigration routes for the both main applicant and their dependent to ensure better knowledge of English, including an assessment of improvement over time. So guys, ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് അപ്ഡേറ്റ്, ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് UK ഇനിയിപ്പോൾ ആരാവട്ടെ അപ്ലൈ ചെയ്യുന്ന ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ ഡിപ്പെൻഡൻസ് സഹിതം ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ റിക്വയർമെന്റ്സ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, വി വിൽ ഇൻക്രീസ് ലാംഗ്വേജ് റിക്വയർമെന്റ് ഫോർ സ്കിൽഡ് വർക്കർ ആൻഡ് വർക്കേഴ്സ് വേർ എ ലാംഗ്വേജ് റിക്വയർമെന്റ് ഓൾറെഡി അപ്ലൈ ഫോർ B1, B2 ഇൻഡിപെൻഡന്റ് യൂസേഴ്സ്. വി വാണ്ട് ഇൻഡിവിജ്വൽ to improve their English language skill over time as they continue their stay in the UK. We will introduce a requirement to demonstrate progression to level A2 basic user for any visa extension and B2 independent user for settlement. So B2 മിനിമം വേണം ഇൻഡിപെൻഡന്റ് സെറ്റിൽമെന്റ്സിനും കാര്യങ്ങൾക്കും എല്ലാം വേണ്ടിയിട്ട്. അതുപോലെ ഡെമോൺസ്ട്രേറ്റ് അറ്റ്ലീസ്റ്റ് വിസ റിക്വയർമെന്റ് നമുക്ക് കൂടുതലും നമുക്ക് ഇമിഗ്രേഷൻ സോളിസിറ്ററുമായിട്ട് ചോദിക്കാം. ബേസിക് A2 ലെവലിലേക്ക് വീണ്ടും എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വേണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, സോ വി വിൽ ഇൻക്രീസ് ഓർ എക്സിസ്റ്റിംഗ് റിക്രൂട്ട്മെന്റ് ഫോർ സെറ്റിൽമെന്റ് അക്രോസ് ദ മെജോറിറ്റി ഓഫ് ഇമിഗ്രേഷൻ റൂട്ട് ഫ്രം B1 to B2 ഇൻഡിപെൻഡന്റ് യൂസർ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ അതിന്റെ ക്ലോസ് എന്താണ്, ഇൻഡിപെൻഡന്റ് യൂസർ എന്നുള്ള രീതിയിലൊക്കെ എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇമിഗ്രേഷൻ സോഴ്സിനോട് ചോദിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി സ്റ്റഡിയും വർക്ക് വിസയിൽ UK വരുമ്പോൾ ഡിപ്പെൻഡൻസിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കി. അതായത് UK മാത്രമല്ല, കാനഡയും അതുപോലെ തന്നെ ഓസ്ട്രേലിയ അവർക്കും ഡിപ്പെൻഡന്റ് ആവശ്യമില്ല തോന്നുന്നു. പക്ഷെ ഡിപ്പെൻഡന്റ് ആവശ്യമില്ല, പക്ഷെ UK അത് നിലവിൽ കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലാണ് അറിയുന്നത്. PR പെർമനന്റ് റെസിഡൻസിന്റെ കേസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 5 to 10 yearsലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ. സോ അതിനകത്ത് നമുക്ക് കുറച്ച് ക്ലാരിറ്റികൾ വരുത്താനുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സോളിസിറ്ററുമായിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു ലൈവ് പ്ലാനിങ് ഉണ്ട്. സോ അതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. We will therefore reform the current rules around the settlement through an expansion of the principle behind the point-based system
that individuals should earn their right to privileged immigration status in the UK through the long-term contribution they bring to our country. സോ അതെന്താ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടില്ല. ഐ തിങ്ക് നമുക്കത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ദ എക്സ്പാൻഷൻ ഓഫ് ദ പോയിന്റ് ബേസ് സിസ്റ്റം വിൽ ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ക്വാളിഫയിങ് പീരീഡ് ഫോർ സെറ്റിൽമെന്റ് ടു 10 years, അതായത് 10 yearsലേക്ക് ഉയർത്തി എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ വി വിൽ കണ്ടിന്യൂ ടു ഓഫർ ദ ഷോർട്ടർ പാത്ത് വേ ടു സെറ്റിൽമെന്റ് ഫോർ നോൺ UK ഡിപ്പെൻഡന്റ് ഓഫ് ബ്രിട്ടീഷ് സിറ്റിസൺ ടു 5 years, പ്രൊവൈഡ് ദേ ഹാവ് റിമൈൻഡ് കംപ്ലൈന്റ് with the requirement. And we will retain existing safeguard to protect the vulnerable, including settlement rights for the victim of domestic violence and abuse. സോ ആസ് യൂഷ്വൽ അത് ബ്രിട്ടീഷ് സിറ്റിസൺസിൻ്റെ കേസിൽ അത് 5 yearsൻ്റെ കേസൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അതിനകത്ത് കൂടുതൽ ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. ത്രൂ ദ എക്സ്പാൻഷൻ ഓഫ് ദ പോയിന്റ് ബേസ് സിസ്റ്റം, ഇൻഡിവിജ്വൽസ് വിൽ ഓൾസോ ഹാവ് opportunity to reduce the qualifying period of based on the point based contribution to UK economy and society. We will consult on these changes later this year എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതിനകത്ത് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ പോയിന്റ് ബേസ് സിസ്റ്റത്തിനനുസരിച്ച് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഈ കൺട്രിക്ക് വേണ്ടി എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ ക്വാളിഫയിങ് പീരീഡ് 10 years നിന്നത് കുറയാനുള്ള ചാൻസുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. വി നീഡ് ടു വെയിറ്റ്. ഞാൻ ഉറപ്പായിട്ട് ക്ലാരിഫൈ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വളരെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, വർക്ക് റിഫോംസിൽ എന്ന് വെച്ചാൽ വി വിൽ ലിഫ്റ്റ് ദ ലെവൽ ഫോർ സ്കിൽഡ് വർക്കർ ബാക്ക് ടു RQF level 6 and above. Salary threshold will also rise. ഓക്കെ, അത് പറയുന്നുണ്ട്. സെപ്പറേറ്റ് വീഡിയോസ് വരുന്നതായിരിക്കും. വി വിൽ ഇൻക്രീസ് ദ ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് ഫോർ ദ ഫസ്റ്റ് ടൈം സിൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2017. ഓക്കെ, ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് ഉയർത്താൻ പോവാണ് by 32 in line with the inflation എന്നുള്ള ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. വി വിൽ ഓൾസോ close social care visa to new application from abroad for transition period until 2028. അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വി വിൽ എസ്റ്റാബ്ലിഷ് ലേബർ മാർക്കറ്റ് എവിഡൻസ് ഗ്രൂപ്പ്, അത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വി വിൽ ലോഞ്ച് ന്യൂ റിക്രൂട്ട്മെന്റ് ഫോർ വർക്ക് ഫോഴ്സ് സ്ട്രാറ്റജീസ്, അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വി വിൽ എസ്റ്റാബ്ലിഷ് എ ന്യൂ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് ടു പ്രൊവൈഡ് ടൈം ലിമിറ്റഡ് ആക്സസ്, അതായത് ഒരു ചെറിയൊരു ഷോർട്ടേജ് ടെമ്പററി എന്താണ് ഷോർട്ടേജ് ലിസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്സസ് ടു ദ ബേസിക് point based immigration system will be limited to occupation where there have been long term shortages on a time limited basis where the MAC has advised in justified. അത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, നമ്മൾ സംസാരിക്കുന്നില്ല. അതല്ല, സംബന്ധിച്ചാൽ പുതിയ ഷോർട്ടേജ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും. അത് ഞാൻ ഈ സമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ എന്താ പറയുക, സിറ്റിസൺഷിപ്പിൻ്റെ കേസിൽ കേട്ടോ. ഓക്കെ, ആകെ മൊത്തത്തിൽ നമുക്ക് PR കേസിൽ ഇപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PR ഇതെല്ലാം ഒരു എന്താ പറയുക നിയമമായി മാറണം. ചിലപ്പോൾ നാളെ തന്നെ വന്നേക്കാം, ചിലപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് വന്നേക്കാം. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വെച്ചിട്ട് ഗവൺമെന്റ് അതൊക്കെ സാങ്ഷൻ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പാർലമെന്റിൽ പാസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ റിഫോം പാർട്ടി സപ്പോർട്ട് ചെയ്യും, ലേബർ പാർട്ടി സപ്പോർട്ട് ചെയ്യും, കൺസർവേറ്റീവ് പാർട്ടി സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ്. പക്ഷേ ഈ PR കേസിൽ അതിൽ കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്താനുണ്ട്. അത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വരുന്ന സമയത്തായിരിക്കും കുറച്ചും കൂടി ക്ലാരിറ്റി വരുവുള്ളൂ. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കഥകളൊക്കെ ഇങ്ങനെയാണ്. എന്തായാലും നിങ്ങൾ ആരും ബേജാറാവണ്ട. നമ്മൾ സോളിസിറ്റർ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. എന്തായാലും കൂടെ കൂടിക്കോ, അപ്ഡേറ്റ് ഒന്നും മിസ്സാവില്ലെന്നേ. കാണാം.